കൃഷ്ണ ഗുരുവായൂരപ്പ, ഒരു പുതിയ അറിയിപ്പാണ് നമ്മളെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ. അതായത് മാർച്ച് 2-ാം തീയതി മുതൽ 19-ാം തീയതി വരെ നമ്മൾ ഉത്സവം തുടങ്ങുകയാണല്ലോ. അതിനോടനുബന്ധിച്ച് മാർച്ച് 10-നാണ് ഉത്സവം. കലശം ചടങ്ങുകളൊക്കെ നടക്കുന്നത് കാരണം മാർച്ച് 2 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടാവില്ല, നാലമ്പലത്തിനകത്തേക്ക്. അതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ചോറൂണുണ്ട്, പക്ഷേ അവർക്ക് സാധാരണഗതിയിൽ നമ്മൾ ചോറ് കൊടുത്ത 6 മാസം വരെ പ്രായമുള്ള കുട്ടിക്കും അച്ഛനും അമ്മയ്ക്കും അകത്തേക്ക് പോകാൻ പ്രവേശനം ഉണ്ടായിരുന്നു. അത് ഇനി ഈ ദിവസങ്ങളിൽ 2 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുന്നതല്ല. അതാണ് ഏറ്റവും പ്രധാന അറിയിപ്പ്. ഇതറിയാതെ ആരും വരരുത്. കാരണം ഇവിടെ വന്നിട്ട് കുട്ടിക്ക് ചോറ് കൊടുത്ത് അമ്പലത്തിൽ ദർശനം വേണമെന്ന് പറഞ്ഞാൽ അത് കിട്ടില്ല. അതേപോലെ 5 വയസ്സായ കുട്ടികളായിട്ട് നാലമ്പലത്തിനകത്ത് പ്രവേശിക്കരുത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അഥവാ എന്തെങ്കിലും വോമിറ്റിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ പുണ്യാഹമായി കഴിഞ്ഞാൽ ഈ കലശങ്ങൾ മുഴുവൻ മാറ്റേണ്ടി വരും. അപ്പോൾ അത് വളരെ ദേവനും അപ്രിയമാകുന്ന രീതിയിലാണ്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വൈഷമ്യം നേരിടും. അത് കാരണമാണ് ഈ ഒരു അറിയിപ്പ് പ്രത്യേകമായിട്ട് വന്നിട്ടുള്ളത്. ഉത്സവത്തോടനുബന്ധിച്ചാണ്. കലശ ചടങ്ങുകളൊക്കെ ആദ്യം തന്നെ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിലാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച്. മറ്റ് വിഷയങ്ങളൊന്നുമില്ല, കുട്ടികളുടെ ദർശനം മാത്രം വളരെ ബുദ്ധിമുട്ടാണ്. 10-ാം തീയതിയാണ്, മാർച്ച് 10-നാണ് ഉത്സവം തുടങ്ങുന്നത്. അതിനകത്തെ 10 ദിവസം ഉത്സവത്തിൻ്റെ നാളുകളാണ്. പള്ളിവേട്ട ആറാട്ടോട് കൂടിയിട്ടൊക്കെയാണ് എല്ലാവർക്കും ആ ഉത്സവം ദർശിക്കാനും ആനയോട്ടം അതൊക്കെ കാണാനൊക്കെയുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ നൽകട്ടെ. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ കുട്ടികളുമായിട്ട് വരാതിരിക്കുക ആ സമയത്ത്. കാരണം വന്നിട്ട് ദർശനം കിട്ടില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മാർച്ച് 2 മുതൽ മാർച്ച് 19 വരെ. അതിനുശേഷം വന്നാൽ കുഴപ്പമില്ല. ചോറൂണുണ്ട്, പക്ഷേ ചോറൂണിന് ശേഷം ദർശനം അകത്തേക്ക് ഉണ്ടാവില്ല. അതാണ് പ്രത്യേകം പറയാനുള്ളത്. അപ്പോൾ ഒന്ന് എല്ലാവരിലേക്കും എത്തിക്കോട്ടെ. കാരണം ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് വിഷമാവസ്ഥ ഉണ്ടാവണ്ട, അവർ അറിയുന്ന തരത്തിലാവട്ടെ. നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അത് എത്തട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ കടാക്ഷത്തിൽ ഉത്സവം കൂടാനും ഉത്സവ കഞ്ഞി കഴിക്കാനും അതേമാതിരി ഭഗവാനെ ദർശിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ എല്ലാറ്റിനും വളരെ നല്ല ചിട്ടയായി അതെല്ലാം നടത്താൻ ഗുരുവായൂരപ്പൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.